നിങ്ങളുടെ നഷ്ടങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് ഇന്ന് വിശ്വസിക്കുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. യോവേൽ 2-ാം 25-26. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് അപൂർണമല്ല, അത് സമൃദ്ധമാണ്. പരീക്ഷണങ്ങൾ ജീവിതത്തിന്റെ അവസാനമല്ലെന്നും മറിച്ച് വലിയ മഹത്വത്തിനായുള്ള ഒരുക്കമാണെന്നും ഇയ്യോബിന്റെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടെടുപ്പ് എന്നത് കേവലം അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല, ആ അനുഗ്രഹങ്ങളെ വിനയത്തോടും ജ്ഞാനത്തോടും കൂടെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരായി മാറുക എന്നതുകൂടിയാണ്. ദൈവം നൽകാൻ ഉദ്ദേശിക്കുന്ന ഇരട്ടി വിഹിതം ഉൾക്കൊള്ളാൻ തക്കവണ്ണം നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്താൻ അവൻ പരീക്ഷണങ്ങളെ ഉപയോഗിക്കുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്വർണം തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ആ പ്രക്രിയ കഠിനമാണെങ്കിലും അതിൻ്റെ ഫലം വർദ്ധിച്ച മൂല്യവും പരിശുദ്ധിയുമാണ്. അതുപോലെ പരീക്ഷണങ്ങൾ നമ്മെ ശുദ്ധീകരിക്കുന്നു. അതിലൂടെ ദൈവമഹത്വത്തെ കൂടുതൽ വ്യക്തമായി പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. ചിന്തിക്കുക, എൻ്റെ പരീക്ഷണങ്ങളിലൂടെ ദൈവം എന്നെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? പിതാവേ, വീണ്ടെടുപ്പിനെക്കുറിച്ചുള്ള അങ്ങയുടെ വാഗ്ദാനത്തിനായി നന്ദി. അങ്ങയുടെ പ്രക്രിയയിൽ വിശ്വസിക്കാനും എന്നിൽ അങ്ങുണ്ടാക്കുന്ന വളർച്ചയെ സ്വീകരിക്കാനും എന്നെ സഹായിക്കണമേ. വരാനിരിക്കുന്ന വലിയ കാര്യങ്ങൾക്കായി എന്നെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ.